നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഡീൻ ഹ്യൂസനെ സൈൻ ചെയ്ത കാര്യം ഒഫീഷ്യലായിട്ട് റയൽ മാഡ്രിഡ് അറിയിച്ചിരിക്കുന്നു. ഇന്നലെ തന്നെ ഈ കാര്യത്തിലൊരു ഫൈനൽ തീരുമാനം വന്നതാണ്. നമ്മളത് വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. റയലിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ ഇങ്ങനെയാണ്: റയൽ മാഡ്രിഡ് ആൻഡ് AFC ബേൺമൗത്ത് ഹാവ് റീച്ച്ഡ് ആൻ എഗ്രിമെൻറ്റ് ഫോർ ദി ട്രാൻസ്ഫർ ഓഫ് പ്ലെയർ ഡീൻ ഹ്യൂസൻ. അദ്ദേഹം അടുത്ത 5 വർഷക്കാലത്തേക്ക് റയലിലുണ്ടാവും. ജൂൺ 1, 2025 മുതൽ ജൂൺ 30, 2030 വരെ താരത്തെ ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുകയാണ് എന്ന് ഒഫീഷ്യലായിട്ട് റയൽ മാഡ്രിഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി അറിയിക്കുന്നു. 20-കാരനായ ഡീൻ ഹ്യൂസൻ ഓൾറെഡി സ്പാനിഷ് ഇൻ്റർനാഷണലാണ്. മാത്രമല്ല അദ്ദേഹം ഇറ്റാലിയൻ സീരിയയിൽ യുവൻറ്റസിനും റോമക്കും കളിച്ചിട്ടുണ്ട്. പ്രീമിയർ ലീഗിൽ ബേൺമൗത്തിനും കളിച്ചിട്ടുണ്ട്. കൂടാതെ പ്രീമിയർ ലീഗിലെ യങ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് 2024-25 സീസണിലെ യങ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെടുക കൂടി ചെയ്തിട്ടുള്ള താരമാണ് ഡീൻ ഹ്യൂസൻ. അദ്ദേഹത്തിന് വലിയ പ്രാധാന്യമാണ് സാബി അലോൺസോ കൊടുക്കുന്നതെന്നും അദ്ദേഹത്തെ എത്തിക്കണമെന്ന് സാബി ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതായിരുന്നു. എന്തായാലും ഡീൻ ഹ്യൂസൻ്റെ അപ്കമിങ് ഷെഡ്യൂളുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പ്രീമിയർ ലീഗ് ഗെയിം മെയ് 20 അദ്ദേഹത്തിന് കളിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ജൂൺ 4 ജൂൺ 5 നാഷണൽ ലീഗിൻ്റെ സെമി ഫൈനൽസ് ഉണ്ട് ജർമ്മനിയിൽ. ദെൻ ജൂൺ 8 സ്പാനിഷ് ടീം നാഷൻസ് ലീഗിൻ്റെ ഫൈനൽ കളിക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ നേഷൻസ് ലീഗ് ഫൈനൽ അദ്ദേഹത്തിന് കളിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ ക്ലബ്ബ് വേൾഡ് കപ്പ് ജൂൺ 15 ക്ലബ്ബ് വേൾഡ് കപ്പ് USA ആരംഭിക്കുമ്പോൾ അവിടെയും അദ്ദേഹത്തിന് റയലിനായിട്ട് കളിക്കാനായിട്ട് ഇറങ്ങേണ്ടതുണ്ട്. ടൈറ്റ് ഷെഡ്യൂളാണ് യുവതാരത്തിൻ്റെ മുന്നിലുള്ളതെന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.